ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ അടിപൊളി ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. അതും വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് പ്രൊസീജിയേഴ്സോ ഇൻഗ്രീഡിയൻസോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് വേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി വേണ്ട 2 ഇൻഗ്രീഡിയൻസ് കൂടെ വളരെ മെയിൻ ആയിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും ഞാനിപ്പോൾ ഒരു കവർ പാലും അതിനൊപ്പം തന്നെ വെറും 10 രൂപയുടെ നമ്മുടെ പാൽപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഒരു കവർ പാലാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെയും ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ബൗളിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അതായത് നമ്മുടെ കോൺഫ്ലോർ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം 1-2 ടേബിൾ സ്പൂൺ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ കോൺഫ്ലോർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് വേണം കോൺഫ്ലോർ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കവർ പാലാണ് അല്ലെങ്കിൽ 1/2 ലിറ്റർ പാലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ വേണ്ട 10 രൂപയുടെ നമ്മുടെ ചെറിയ പാക്കറ്റിൽ വരുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു കവർ പാലിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പാക്കറ്റിലെ പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കോൺഫ്ലോർ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ, ചേർത്ത് കൊടുത്തിട്ടില്ല, ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊന്ന് കുറുകുന്ന ഒരു രൂപത്തിലേക്ക് മാറും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഐസ്ക്രീം ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല മധുരം ആവശ്യമാണ്. നമ്മളിപ്പോ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പാല് നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ അന്നേരം തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ അവിടെ അങ്ങ് കട്ടി പിടിച്ചു പോകും. അപ്പൊ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലോർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു അളവിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുറുകി പോകും. അപ്പൊ നമുക്ക് അത്രയും കൂടുതൽ ആവശ്യമില്ല. നമുക്ക് വെറും 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഉള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് അടുക്കി പിടിക്കും. ഇതിൽ നല്ല ലൂസായിട്ട് തന്നെയാണ് ഉള്ളതെങ്കിലും നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വേണ്ട ഈ ഒരു പരുവായിട്ടുണ്ട്, നല്ല എല്ലാം കൂടി കുറുകി തിളച്ച്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ബാക്കി ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവത്തിന് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ശരിക്കും ആദ്യം ഉണ്ടാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പോയപ്പോ എന്റെ മനസ്സിലും ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ വെറുതെ കൊടുത്ത് പറ്റിക്കാം എന്ന് കരുതി ഉണ്ടാക്കി നോക്കാന്ന് കരുതിയതാണ്. പക്ഷേ എങ്കിൽ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഒരു വേണം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. ഞാൻ 100% ഗ്യാരണ്ടി ചെയ്താണ് കേട്ടോ. അപ്പൊ ഈ ഒരു മിക്സ് നമ്മൾ മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനൊപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രഷ് ക്രീമോ അല്ലെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 1/2 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷനിലാണ്. അതുപോലെ ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതും നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മിക്സ് തന്നെ മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കണ്ട ഇതുപോലത്തെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് കൂടെ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളെല്ലാം ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്കിനി സ്റ്റിക്ക് കുത്തണം. അപ്പൊ സ്റ്റിക്ക് കുത്താൻ നമുക്ക് വേറെ അതിന് ബാലൻസ് ചെയ്ത് വെക്കാനൊന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫോയിൽ പേപ്പർ ഒക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇതുപോലെ ഒന്നുകിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലേക്ക് കയറിയില്ല. നമ്മുടെ സ്റ്റിക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് കുത്തി കൊടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളൊന്ന്
അതിനകത്തേക്ക് റബ്ബർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 5 എണ്ണത്തിനുള്ളതാണ് ഇപ്പൊ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു അളവിൽ 5 എണ്ണത്തിന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെന്റിൽ എടുത്താൽ കിട്ടും. അപ്പൊ നമ്മുടെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ചെറിയൊരു ഹോൾ അതുവഴി ഒരു പിച്ചാത്തി കൊണ്ട് നമുക്ക് ആ സ്റ്റിക്ക് ഇറക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കുറച്ചൊന്ന് മുറിച്ചു, ഒരുപാട് വലുതായി പോലും, കാരണം നമ്മൾ സ്റ്റിക്ക് അങ്ങ് അകത്തായി പോകും. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതുവഴി നമ്മുടെ സ്റ്റിക്ക് താഴോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് അതിന്റെ സെന്ററിൽ തന്നെ നിൽക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിപ്പോ ഇത് നൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയി കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഇവരെല്ലാവരെയും പറക്കി ഒന്ന് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ഇത് എടുത്തങ്ങ് നമ്മൾ ഇളക്കിയെടുക്കാൻ നോക്കരുത്. ഇത് നേരെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് 1-2 സെക്കൻഡ് നമ്മൾ അതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ഒരു വെള്ളത്തിൽ ഇരുന്നിട്ട് നമ്മുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡും പേപ്പറൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. നമ്മൾ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരത്തില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇതിലിപ്പോ മിൽക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വിപ്പ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. വെറും 1/2 കപ്പാണ് നമ്മളിതിലേക്ക് ചേർത്തേക്കുന്നത്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്ത ആ ഒരു മിക്സ് തന്നെ മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നുപോലെ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വരുന്നത്.